Hello everyone. Today we will discuss another two important topics from MEG5 Literary Criticism and Theory. So today we will discuss two most important topics from MEG5 that are New Criticism and Structuralism. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളാണ് ന്യൂ ക്രിറ്റിസിസം ആൻഡ് സ്ട്രക്ചറലിസം. First of all, let me explain you New Criticism. New Criticism is an Anglo-American movement. It appeared after the First World War. നമുക്കറിയാം ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ദിസ് ഈസ് എ മൂവ്മെന്റ് that has influenced both England and അമേരിക്ക alike. അല്ലെ, ഇംഗ്ലണ്ടിനെയും അമേരിക്കയും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് ന്യൂ ക്രിറ്റിസിസം. ഇറ്റ് അപ്പിയർഡ് ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് came to prominence in 1940s and 1950s. ഒരു പ്രോമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടൊരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു മൂവ്മെന്റ് എത്തുന്നത് ഇൻ ദി 1940s ആൻഡ് 1950s. Now, J.C. Ransom is a critic who coined the term New Criticism in his work, The New Criticism, which is published in 1941. അപ്പോൾ J.C. Ransom is a critic who coined the term New Criticism. അപ്പോൾ ഈ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് J.C. Ransom in his book ദ ന്യൂ ക്രിറ്റിസിസം. ഇദ്ദേഹത്തിന്റെ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് ഇദ്ദേഹം ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1941. New criticism was first introduced in the early 20th century in America, later in England. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വരുന്നത് അമേരിക്ക, ലേറ്റർ ഇൻ ഇംഗ്ലണ്ട്. New criticism is an approach particularly for reading poetry. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു തിയറി പെർട്ടിക്കുലർലി ഫോർ റീഡിങ് പോയട്രി. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഈ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ തിയറി പെർട്ടിക്കുലർലി ഫോർ റീഡിങ് പോയട്രി. അപ്പോൾ എങ്ങനെ ഒരു പോയട്രിയെ റീഡ് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന ഒരു തിയറിയാണ് ന്യൂ ക്രിറ്റിസിസം. ഓക്കെ, ഇറ്റ് ഫോക്കസസ് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലോസ് റീഡിങ്. അല്ലെ, അപ്പം ഈ ഒരു ന്യൂ ക്രിറ്റിസിസം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹൗ ടു റീഡ് എ ടെക്സ്റ്റ്, അല്ലെ, ഹൗ ടു റീഡ് എ പോയം, അല്ലെ, ഹൗ ടു റീഡ് പോയട്രി. അല്ലെ, അപ്പൊ ഇവിടെ ഇവർ പറയുന്നു വി ഹാവ് ടു യൂസ് ദ ടെക്നിക് ഓഫ് ക്ലോസ് റീഡിങ്. അല്ലെ, അപ്പം ന്യൂ ക്രിറ്റിക്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് റീഡിംഗ് ആണ് ക്ലോസ് റീഡിംഗ്. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് തിയറി എടുത്താലും ദാറ്റ് ക്യാൻ ബി പോസ്റ്റ് സ്ട്രക്ചറലിസം, ദാറ്റ് ക്യാൻ ബി സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഫോർമലിസം, ഏത് തിയറി ആവട്ടെ, ഈ തിയറി ഒക്കെ നിങ്ങൾ റീഡേഴ്സിന് സജസ്റ്റ് ചെയ്ത് തരികയാണ് ഡിഫറെന്റ് വേസ് ടു റീഡ് എ ലിറ്റററി വർക്ക്. ഒരു ലിറ്റററി ടെക്സ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ റീഡ് ചെയ്യണം, അതിനുള്ള വ്യത്യസ്ത രീതികളാണ് ഓരോ തിയറീസും നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, the text is a self-contained or self-sufficient object and capable to produce meaning, capable of producing meaning. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ടെക്സ്റ്റ് എന്ന് പറയുന്നത് according to new critics ടെക്സ്റ്റ് എന്ന് പറയുന്നത്, പോയം എന്ന് പറയുന്നത്, പോയത്തിന്റെ വേർഡ്സുകൾ എന്ന് പറയുന്നത് സെൽഫ് കണ്ടെയ്ൻഡ്, സെൽഫ് സഫിഷ്യന്റ് ആണ്, അതായത് സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ആൻഡ് ക്യാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് മീനിങ്. അതെ, സെൽഫ് സഫിഷ്യന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു പോയം നിങ്ങൾ റീഡ് ചെയ്യുകയാണെങ്കിൽ ആ പോയത്തിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല, ഓഥറുടെ ബയോഗ്രഫി നോക്കേണ്ട ആവശ്യമില്ല, ഓഥറുടെ എറ്റിയോളജി നോക്കേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ പോയംസ്, അല്ലെ, ഓൺലി ഓൺ വേർഡ്സ്. അതാണ് ഇവിടെ പറയുന്നത്, ടെക്സ്റ്റ് ഇസ് എ സെൽഫ് കണ്ടെയ്ൻഡ് ഓർ സെൽഫ് സഫിഷ്യന്റ് ഒബ്ജക്ട് ആൻഡ് capable ഓഫ് പ്രൊഡ്യൂസിങ് മീനിങ്. മറ്റൊന്ന്, ഇറ്റ് ഫോക്കസസ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്ലോസ് റീഡിംഗ് വിത്തൗട്ട് ഗിവിംഗ് എനി കൺസിഡറേഷൻ ടു സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലോസ് റീഡിംഗ്, അല്ലെ, ന്യൂ ക്രിറ്റിക്സിന്റെ ഹോൾമാർക്ക് എന്ന് പറയുന്നത് ക്ലോസ് റീഡിംഗ് ആണ്. വിത്തൗട്ട് ഗിവിംഗ് എനി കൺസിഡറേഷൻ ടു സോഷ്യോ എക്കണോമിക്കൽ ഓർ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്. ഈ ഒരു കോണ്ടെക്സ്റ്റിനൊന്നും ഇപ്പം നമ്മൾ
ഒരു കേരള അല്ലെ, കേരള റൈറ്ററുടെ അല്ലെങ്കിൽ അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് റീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു നോവലിനെ നമ്മൾ ഫിക്സ് ചെയ്യും ഇവിടെ കേരള സൊസൈറ്റി, കേരള കോണ്ടെക്സ്റ്റിലേക്ക്. 1950s 1960s വരുന്ന കേരള സൊസൈറ്റിയിലെ കേരള ലൈഫിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും, റിലേറ്റ് ചെയ്യും അല്ലെ. ആ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക, കൂടുതലും അരുന്ധതി റോയ് ആ നോവൽ എന്താണോ പറഞ്ഞത് അത് ക്ലിയർ ആയി മനസ്സിലാക്കുന്നത് അല്ലെ. എന്നാൽ ന്യൂ ക്രിട്ടിക്സ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലെ. ഇറ്റ് ഫോക്കസസ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്ലോസ് റീഡിംഗ് without giving any consideration to socio-economic and political context. Okay, text is self-contained or self-sufficient object that are capable to produce meaning. Okay, they reject all extrinsic approach to poetry like historical, biographical, sociological, and promote intrinsic understanding of the poetry. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ന്യൂ ക്രിട്ടിക്സ് ഓൾ എക്സ്ട്രിൻസിക് അല്ലെ, എക്സ്ട്രിൻസിക് അപ്രോച്ചുകളൊക്കെ റിജക്ട് ചെയ്യാം. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്, ഹിസ്റ്ററി, ബയോഗ്രഫി, സോഷ്യോളജി അല്ലെ. ഇപ്പം നമ്മളൊരു നോവൽ റീഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു പോയം റീഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കണം, ഏത് കാലഘട്ടത്തിൽ എഴുതി, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു, അതൊക്കെ നമ്മൾ പലപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ബയോഗ്രഫി നോക്കണം, ഒരു ഓഥർ ഒരു പോയം ഷോർട്ട് സ്റ്റോറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പം we are not supposed to consider such biographical elements according to new critics. Okay, പിന്നെ ഒരു പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻട്രൻസിക് ആണ്, ഇൻഹറന്റ് ആയിട്ടുള്ള ക്വാളിറ്റീസിനെയാണ്. പ്രൊമോട്ട് ഇൻട്രൻസിക് മീൻസ് നമ്മൾ കാണാൻ പറ്റും ടെക്സ്റ്റിന്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ലാംഗ്വേജിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഏതൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഏതൊക്കെ ലിറ്റററി ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുള്ളത്, മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ടോ, സിമിലി ഉപയോഗിച്ചിട്ടുണ്ടോ, ഐറണി ഉണ്ടോ, പാരഡോക്സ് എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ ഔട്ട്സൈഡ് ഫാക്ടേഴ്സിനെ അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ന്യൂ critics. According to new critics, poetry should understand based on verbal ironies, paradoxes, and ambiguities. According to critics, we are not supposed to consider sociological, economical, or political, or biographical factors. But what they say that we have to consider verbal ironies, paradoxes, ambiguities, ഈ പറയുന്ന ലിറ്റററി ഡിവൈസസുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതെല്ലാം ലാംഗ്വേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ആംബിഗ്വിറ്റി, വെർബൽ ഐറണീസ്, പാരഡോക്സസ്, ഇതൊക്കെ കണക്റ്റഡ് വിത്ത് ലാംഗ്വേജ് അല്ലെ. ലാംഗ്വേജ് എന്ന് പറയുന്ന സമയത്ത് ടെക്സ്റ്റുമായിട്ട്, പോയത്തിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നെക്സ്റ്റ് വൺ, ന്യൂ ക്രിറ്റിസിസം എംഫസൈസസ് ദി ഫോളോയിങ് എലമെന്റ്സ് അല്ലെ. അപ്പൊ ന്യൂ ക്രിറ്റിസിസം എംഫസൈസ് ചെയ്യുന്ന ചില എലമെന്റ്സുകളാണ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ലിറ്റററി ഡിവൈസസ്. അപ്പൊ ന്യൂ ക്രിറ്റിക്സ് പറയുന്നു, ഇഫ് യു വാണ്ട് ടു റീഡ് എനി poem, you have to consider literary devices, you have to consider language, you have to consider literary techniques, you have to consider the symbols and images, then you have to consider ironies, ambiguities, and paradoxes. ഇതൊക്കെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ലിറ്റററി ഡിവൈസസ് ആയിട്ടുള്ള മെറ്റഫർ, സിമിലി, പെർസോണിഫിക്കേഷൻ, മെറ്റോണിമി അല്ലെ, ഇതുപോലുള്ള ഡിവൈസസുകളെയാണ്, ലാംഗ്വേജിനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, ടെക്നിക്സുകളെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ യു ആർ നോട്ട് സപ്പോസ് ടു കൺസിഡർ എനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ദിസ് ഈസ് വാട്ട് ന്യൂ ക്രിട്ടിക്സ് സേ. ഏതൊക്കെയാണ് മേജർ ന്യൂ ക്രിട്ടിക്സ്, ഏതൊക്കെയാണ് നോക്കാം. ഐ എ റിച്ചാർഡ്സിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. ദിസ് ഈസ് വർക്ക് റിട്ടൺ ബൈ ഐ.എ. റിച്ചാർഡ്. വില്യം എംസൺ അദ്ദേഹത്തിന്റെ വർക്കാണ്. 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റി. ടി.എസ്. ഇലിയട്ടിന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. അതുകൊണ്ട് തന്നെ ക്ലെയിൻത്ത് ബ്രൂക്ക്, W.K. വിംസാറ്റിന്റെ ദ വെർബൽ ഐക്കൺ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, യു ഹാവ് ടു റിമെമ്പർ മേജർ names of major new critics. Okay, next let us move with structuralism. Structuralism is an intellectual movement that originated from linguistics and began in France in the 1950s and 1960s. നമുക്ക് കാണാൻ പറ്റും, soon after the new criticism there is an emergence of structuralism. അപ്പോൾ ന്യൂ ക്രിറ്റിസിസത്തിന് ശേഷമാണ് സ്ട്രക്ചറലിസം വരുന്നത്. ഇറ്റ് വാസ് എൻ ഇന്റലക്ച്വൽ മൂവ്മെന്റ്. ഇറ്റ് വാസ് ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു റീസൺ അല്ലെ. റീസണിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, റാഷണാലിറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒറിജിനേറ്റഡ് ഫ്രം ലിംഗ്വിസ്റ്റിക്സ്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. സ്ട്രക്ചറലിസം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്
ലിംഗ്വിസ്റ്റിക്സ് എന്നാണ്. ലിംഗ്വിസ്റ്റിക്സ് മീൻസ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് അല്ലെ. അവിടെ നിന്നാണ് ഈ പറഞ്ഞ സ്ട്രക്ചറലിസം ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ ബിഗാൻ ഇൻ ഫ്രാൻസ് ഇൻ 1950s ആൻഡ് 1960s. നമുക്ക് കാണാൻ പറ്റും മെജോറിറ്റി തിയറീസും ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് സോയിൽ നിന്നാണ്. അതുപോലെ സ്ട്രക്ചറലിസം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്രാൻസിൽ നിന്ന് തന്നെയാണ് 1950s ആൻഡ് 1960s. ആരൊക്കെയാണ് ഫോർ റണ്ണേഴ്സ് ഓഫ് സ്ട്രക്ചറലിസം? The element of structuralism was first seen in the work of anthropologist Claude Lévi-Strauss and literary critic Roland Barthes. These are the forerunners of structuralism. Okay, Claude Lévi-Strauss and Roland Barthes. These are the forerunners of structuralism. It was originated in France and imported into Britain in the 1970s, widespread in 1980s. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഫ്രാൻസിലാണ്, ലേറ്റർ ഇമ്പോർട്ടഡ് ഇൻ ടു ബ്രിട്ടനിലെത്തുന്നു, ആഫ്റ്റർവേർഡ്സ് spread out throughout the world in the 1980s. Okay, now let us explain major ideas of structuralism. The first one, give importance to language. അപ്പം സ്ട്രക്ചറലിസത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് വൺ, ഇറ്റ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ലാംഗ്വേജ് അല്ലെ. അപ്പോൾ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന സമയത്ത് യു ഹാവ് ടു റിമെമ്പർ ദി ഇമ്പോർട്ടൻസ് ടു ലാംഗ്വേജ്. സ്ട്രക്ചറലിസം ഒറിജിനേറ്റഡ് ഫ്രം ലിംഗ്വിസ്റ്റിക്സ്. കാരണം ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം സ്ട്രക്ചറലിസം ഒറിജിനേറ്റഡ് ഫ്രം ലിംഗ്വിസ്റ്റിക്സ്. ഇറ്റ് ബിലീവ് ദാറ്റ് ദി world is constructed through language and realities and truth can be expressed through language. അപ്പോൾ ഈ സ്ട്രക്ചറലിസത്തിന്റെ കോർ എന്ന് പറയുന്നത് they believe that world is constructed through the language അല്ലെ. ലാംഗ്വേജ് എന്ന് പറയുന്നത് റിയാലിറ്റീസ്, ട്രൂത്ത്, ഇതൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ലാംഗ്വേജ്. പിന്നെ ഇവർ പറയുന്നു ലാംഗ്വേജ് ഈസ് നോട്ട് എ കിയോട്ടിക് വൺ that is capable of expressing or producing fixed meaning. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് സ്ട്രക്ചറലിസത്തിന്റെ കോർ എന്ന് പറയുന്നത്. നമുക്ക് കാണാം പിന്നീട് വരുന്ന പോസ്റ്റ് സ്ട്രക്ചറലിസം പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് കെയോട്ടിക് ആണ്, ലാംഗ്വേജിലൂടെ ഒരിക്കലും നമുക്ക് ഫിക്സഡ് മീനിങ് കൺവേ ചെയ്യാൻ പറ്റില്ല എന്ന് പോസ്റ്റ് സ്ട്രക്ചറലിസം പറയുന്നു. അപ്പൊ ഇവിടെ സ്ട്രക്ചറലിസം പറയുന്നത് ലാംഗ്വേജ് നോട്ട് എ കെയോട്ടിക് വൺ, ഇത് കോംപ്ലിക്കേറ്റഡ് അല്ല, കൺഫ്യൂസ് ചെയ്യുന്ന ഒന്നല്ല ഏത് ലാംഗ്വേജ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സ്ട്രക്ചറലിസം. അതുമാത്രമല്ല ഈസ് ക്യാപ്പബിൾ ഓഫ് എക്സ്പ്രസിങ് പ്രൊഡ്യൂസിങ് ഫിക്സഡ് മീനിങ്. അപ്പോൾ സ്ട്രക്ചറലിസം പറയുന്നു ലാംഗ്വേജ് എന്ന് പറയുന്നത് കെയോട്ടിക് അല്ല, നമ്മൾ ഫിക്സഡ് മീനിങ്, ഇപ്പോൾ നമ്മൾ പോയം റീഡ് ചെയ്യുകയാണെങ്കിൽ, ഷോർട്ട് സ്റ്റോറി റീഡ് ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് എ ഫിക്സഡ് മീനിങ് ഉണ്ടെന്നാണ് സ്ട്രക്ചറലിസം പറയുന്നത്. ഓക്കെ, അതാ പറയുന്നത് ആ ഒരു ഫിക്സഡ് മീനിങ് നമുക്ക് ലാംഗ്വേജിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ മെയിൻ പോയിന്റ്, meaning exists outside the text. ശ്രദ്ധിക്കുക, സ്ട്രക്ചറലിസം according to structuralism meaning is something that exists outside the text, not within the text. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, according to ന്യൂ ക്രിറ്റിസിസം, ക്രിറ്റിക്സ് പറയുന്നത് ടെക്സ്റ്റ് എന്ന് പറയും, മീനിങ് എന്ന് പറയുന്നത് വിത്തിൻ ദ ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റ് നമ്മൾ ക്ലോസ് റീഡ് ചെയ്താൽ മീനിങ് കിട്ടും. പക്ഷെ സ്ട്രക്ചറലിസം പറയുന്നു മീനിങ് എന്ന് പറയുന്നത് നോട്ട് വിത്തിൻ ദ ടെക്സ്റ്റ്, ഔട്ട്സൈഡ് ആണ്, കോണ്ടെക്സ്റ്റ് ആണ് മീനിങ് നടക്കുന്നത്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ മീനിങ് യു ഹാവ് ടു കൺസിഡർ ഏതൊക്കെ സോഷ്യോ എക്കണോമിക്കൽ ഫാക്ടേഴ്സ് നോക്കണം, റിലീജിയസ് ഫാക്ടേഴ്സ് നോക്കണം, സൈക്കോളജിക്കൽ എലമെന്റ്സ് നോക്കണം, ബയോഗ്രഫിക്കൽ എലമെന്റ്സ് നോക്കണം. ഇതെല്ലാം കൂടെ നോക്കുന്ന സമയത്തെ നമുക്കൊരു ടെക്സ്റ്റിനെ, പോയത്തിനെ, ഷോർട്ട് സ്റ്റോറിയെ, നോവൽസിനെ ഒക്കെ കറക്റ്റായിട്ട് മീനിങ് കണ്ടെത്താൻ സാധിക്കൂ എന്നാണ് ആര് പറയുന്നത്, സ്ട്രക്ചറലിസം പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറലിസം പറയുന്നു നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യണം എന്ത് നമ്മളൊരു നോവൽ റീഡ് ചെയ്യുന്ന സമയത്ത്. അപ്പം അക്കോർഡിംഗ് ടു സ്ട്രക്ചറലിസം സജസ്റ്റ് ചെയ്യുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ whenever you read any literary work like a poem, short story or novel, you have to consider external factors like ഏതൊക്കെ, sociological factors, ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഫിലോസഫിക്കൽ, ഇതെല്ലാം കൺസിഡർ. കാരണം ഒരു നോവൽ എന്ന് പറയുന്നത് അതിൽ ബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും, സോഷ്യോളജിക്കൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും, പൊളിറ്റിക്കൽ, ഇതെല്ലാം കമ്പൈൻ ചെയ്താണ്. അപ്പോൾ അതിന്റെ കറക്റ്റ് മീനിങ് കിട്ടണമെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യും. Third one, structuralism opposes neo-criticism. Structuralist opposes neo-critics who believe that meaning contained within the text. Therefore, readers have to concentrate only on words on the page. അപ്പോൾ നമുക്കറിയാം neo-critics, structuralist opposes neo-critics. കാരണം neo-critics believe that
ടെക്സ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് കണ്ടെയ്ൻഡ് ആണ് അല്ലേ, സെൽഫ് സഫീഷ്യൻ്റ് ആണ്. If you want to get meaning, you have to concentrate only on words on the page according to ന്യൂ ക്രിറ്റിക്സ്. അപ്പോൾ അവർ പറയുന്നത് നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. സ്ട്രക്ചറലിസം പറയുന്ന മീനിങ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ് ആണ്. സ്ട്രക്ചറിലാണ് മീനിങ് എടുക്കുന്നത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ്, ഫിലോസഫി, സോഷ്യോളജി, സൈക്കോളജി അല്ലെ, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഫോർത്ത് വൺ, മീനിങ് കണ്ടെയ്ൻസ് വിത്തിൻ ദി സ്ട്രക്ചർ. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, അക്കോർഡിംഗ് ടു സ്ട്രക്ചറലിസ്റ്റ് ഓർ സ്ട്രക്ചറലിസം, മീനിങ് കണ്ടെയ്ൻസ് വിത്തിൻ ദി സ്ട്രക്ചർ. സ്ട്രക്ചറിലാണ് ഒരു വർക്കാണ്, ആ ഒരു വർക്ക് അല്ലെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, പോയാണ്, നോവലാണെങ്കിൽ അതിന്റെ മീനിങ് എവിടെയാണ് വരുന്നത്? വിത്തിൻ അതിന്റെ സ്ട്രക്ചറിലാണ്. ആ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണ് നോക്കി നിങ്ങൾ? ഹിസ്റ്ററി, ഫിലോസഫി, പൊളിറ്റിക്കൽ, സൈക്കോളജി ആൻഡ് ജാനർ. ഇപ്പം നമ്മളൊരു വീടിന്റെ സ്ട്രക്ചർ ഉണ്ട് അല്ലെ, ആ വീടിന്റെ സ്ട്രക്ചർ ആണെങ്കിൽ വീട് ഒരുപാട് പാർട്ടുകൾ വരുന്നുണ്ട്. ഫൗണ്ടേഷൻ വരുന്നുണ്ട്, വാൾസ് വരുന്നുണ്ട്, ലിൻറ്റൽ വരുന്നുണ്ട്, പിന്നെ വിൻഡോസ് അല്ലെ, ഇതുപോലെ റൂഫ്, ഇതിങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ കമ്പൈൻ ചെയ്താൽ നമുക്കൊരു വീട് കിട്ടുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഒരു ലിറ്റററി വർക്ക് എന്ന് പറഞ്ഞാൽ പോയംസ് പറഞ്ഞാൽ അതിൽ ഹിസ്റ്ററി ഉണ്ടായിരിക്കും, ഫിലോസഫി ഉണ്ടായിരിക്കും, പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും, സൈക്കോളജി ഉണ്ടായിരിക്കും, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് വീട്. അപ്പോൾ ഒരു വീടിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ഓരോ പാർട്ടിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഒരു നോവലിനെ കുറിച്ച്, ഷോർട്ട് സ്റ്റോറിയെ കുറിച്ച് പഠിക്കുന്ന സമയത്തും അതിൽ വരുന്ന ഹിസ്റ്റോറിക്കൽ എലമെന്റ്സ്, ഫിലോസഫി, സൈക്കോളജി, ജാനതൊക്കെ കൺസിഡർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫെർഡിനാൻഡ് ഡി സെഷൂർ ആൻഡ് സ്ട്രക്ചറലിസം. കോൺട്രിബ്യൂഷൻസ് ഓഫ് ഫെർഡിനാൻഡ് സെഷൂർ ഇൻ സ്ട്രക്ചറലിസം. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, ഫെർഡിനാൻഡ് ഡി സെഷൂർ, കീ ഫിഗർ ഹു കോൺട്രിബ്യൂട്ടഡ് ടു ദി ഒറിജിൻ ഓഫ് സ്ട്രക്ചറലിസം. അപ്പം ഫെർഡിനാൻഡ് ഡി സെഷൂർ ഈസ് വൺ who contributed to the origin of structuralism. He was a Swiss linguist who is considered the father of modern linguistics. അപ്പോൾ ശ്രദ്ധിക്കുക, ഫെർഡിനാൻഡ് ഡി സെഷൂർ എന്ന് പറയുന്നത് സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ്. He is considered the father of modern linguistics. മോഡേൺ ലിംഗ്വിസ്റ്റിക്സിന്റെ ഫാദർ ആയിട്ട് ഇദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുന്നു. ഇനി അദ്ദേഹത്തിന്റെ മേജർ കോൺട്രിബ്യൂഷൻസ് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്ത. ഫസ്റ്റ് വൺ, ദ മീനിങ് ഓഫ് വേർഡ് ഈസ് പ്യോർലി ആർബിട്രറി. അപ്പൊ ശ്രദ്ധിക്കുക, മീനിങ് ഓഫ് വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് പ്യോർലി arbitrary. Arbitrary means there is no direct correspondence between signifier and signified or words and their meaning. അപ്പോ സെഷൂർ പറയുന്നു there is no direct correspondence between signifier and signified or words and their meaning. ഇപ്പം ശ്രദ്ധിക്കുക, നമ്മൾ ബോയ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെ, ആ ബോയ് എന്ന് പറയുന്ന പേര് അവിടെ ഒരിക്കലും തന്നെ ആ വേർഡ് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും എന്തില്ല, ഒരു റിലേഷൻ ഒന്നും വരുന്നില്ല. നമ്മളെ നേരത്തെ ആരോ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചു ബോയ് എന്ന് പറയുന്ന രണ്ട് ആൽഫബറ്റ് ആണ്, BOY. ബോയ് എന്ന് പറഞ്ഞാൽ അല്ലെ ആൺകുട്ടിയാണ് എന്നുള്ള നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ് ആരോ പഠിപ്പിച്ചു തന്നതാണ്. അല്ലാതെ ബോയ്, ഇത് അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബോയ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, മീനിങ്ലെസ് ആണ്. കാരണം ആ വേർഡ് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അതിന്റെ മീനിങ്ങിന് കൺവേ ചെയ്യുന്നില്ല. കൺവെൻഷൻ ആണ്, ട്രഡീഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഡയറക്റ്റ് കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ. സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ വേർഡ് ആണ്, സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ മീനിങ് ആണ്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റൊന്ന്, മീനിങ് ഓഫ് വേർഡ് ഈസ് റിലേഷണൽ അക്കോർഡിംഗ് ടു സെഷൂർ. മീനിങ് ഓഫ് വേർഡ്സ് ഈസ് റിലേഷണൽ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന്റെ മീനിങ് ഡിറ്റർമിൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് ഇറ്റ്സ് റിലേഷൻസ് വിത്ത് അതർ വേർഡ്സ് അല്ലെ. അപ്പം നോക്കാം നമ്മൾ, മീനിങ് ഓഫ് എ വേർഡ് ഈസ് റിലേഷണൽ വിച്ച് മീൻസ് ദ മീനിങ് ഓഫ് എ വേർഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് റിലേഷൻ വിത്ത് അതർ വേർഡ് അല്ലെ. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ മലയാളത്തിൽ ഡിഫറെന്റ് വേർഡുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. പച്ച എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ വേർഡ് അല്ലെ, പച്ചവെള്ളം, പച്ചമാങ്ങ അല്ലെ, പച്ച ഡ്രസ്സ് അല്ലെ, ഇങ്ങനെ നമ്മൾ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഡിഫറെന്റ് മീനിങ് ആണ് ആ ഒരു വേർഡിൽ വരുന്നത്. അപ്പൊ ഇതാണ് ഇദ്ദേഹം പറയുന്നത്, മീനിങ് ഓഫ് വേർഡ് ഈസ് റിലേഷണൽ ആണ്, കോണ്ടെക്സ്റ്റുവൽ ആണ് അല്ലെ. കോണ്ടെക്സ്റ്റ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് ഒരു വേർഡിന്റെ മീനിങ്ങിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, meaning is always attributed to the object or idea by human mind. മറ്റൊന്നാണ്, മീനിങ് is attribute ചെയ്യുന്നത്, മീനിങ് ഓരോ വേർഡിനും മീനിങ് കൊടുക്കുന്നത് ആരാണ്, ഹ്യൂമൻ മൈൻഡ് ആണ്. അല്ലാതെ ആരല്ല, ലാംഗ്വേജ് അല്ലെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ബോയ് അല്ലെ, ലയൺ എന്നൊക്കെ പറയുന്നത് ആരാണ് ആ വേർഡിന് ഒരു മീനിങ് കൊടുക്കുന്നത്, ഹ്യൂമൻ മൈൻഡ് ആണ്, ട്രഡീഷൻ ആണ്. ഓക്കെ, അപ്പൊ ഒരിക്കലും ആ ഒരു വേർഡ് ഡയറക്റ്റ് ആയിട്ട് മീനിങ് കൺവേ ചെയ്യുന്നില്ല. ഇനി നോക്കാം നമുക്ക് എന്താണ് ബൈനറി ഒപ്പോസിഷൻ.
നോക്കാം. ഇത് പ്രധാനപ്പെട്ട സ്ട്രക്ചറലിസ്റ്റ് തിയറിയാണ് ബൈനറി ഒപ്പോസിഷൻ. ദ തിയറി ഓഫ് ബൈനറി ഒപ്പോസിഷൻ ഈസ് പ്രപ്പോസ്ഡ് ബൈ ക്ലൗഡ് ലെവി സ്ട്രോസ്. ശ്രദ്ധിക്കാം, തിയറി ബൈനറി ഒപ്പോസിഷൻ ഈസ് പ്രപ്പോസ്ഡ് ബൈ ക്ലൗഡ് ലെവി സ്ട്രോസ്. ഇവിടെ binary relation is a pair of related terms or concepts that are opposite in meaning. അപ്പോൾ ബൈനറി റിലേഷൻ എന്ന് പറഞ്ഞാൽ പെയർ ഓഫ് വേർഡ്സ് ആണ്, രണ്ട് വേർഡുകളാണ് അല്ലെങ്കിൽ ടേംസ് ആണ്. അതിന്റെ പ്രത്യേകത ദാറ്റ് ആർ ഓപ്പോസിറ്റ് ഇൻ മീനിങ്, അല്ലേ? അപ്പോൾ ബൈനറി റിലേഷൻ എന്ന് പറഞ്ഞാൽ പെയർ ഓഫ് വേർഡ്സ് ആണ്, ടേംസ് ആണ്. ഇതിന്റെ പ്രത്യേകത ദാറ്റ് ആർ ഓപ്പോസിറ്റ് ഇൻ മീനിങ്, രണ്ടും ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദ തിയറി സേസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ് തിങ്ക് through binary relations like day, night, black and white, good and black, bad. ഇങ്ങനെ ഉപയോഗിക്കുന്ന പെയർ ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ബൈനറി റിലേഷൻസ് എന്ന് പറയുന്നത്. ഡേ, നൈറ്റ് ഓപ്പോസിറ്റ് ആണ്, പെയർ ആണ്, ഓപ്പോസിറ്റ് മീനിങ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അല്ലേ? അപ്പൊ ഇവിടെ തിയറി പറയുന്നത്, സ്ട്രക്ചറലിസം പറയുന്നത്, തിയറി സേസ് ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ബൈനറി ടു അണ്ടർസ്റ്റാൻഡ് ദി മീനിങ്. അപ്പോൾ ഇവിടെ സ്ട്രക്ചറലിസം പറയാനുള്ള കാരണം വേർഡ് മീനിങ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ത്രൂ ദി ബൈനറി റിലേഷൻസിലൂടെയാണ്, ബൈനറി ഓപ്പോസിഷനിലൂടെയാണ് എന്ത് ഫോം ചെയ്യുന്നത്, പിന്നെ വേർഡിന്റെ മീനിങ് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അല്ലെ? ഇപ്പൊ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ ഏത് കോൺസെപ്റ്റ് മീനിങ് ഫുൾ ആവുന്നത്, വൈറ്റ് മീനിങ് ഫുൾ ആവുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഡേ ഉള്ളത് കൊണ്ടാണ് എന്ത് മീനിങ് ഫുൾ ആയിട്ട് മാറുന്നത്, നൈറ്റ് മീനിങ് ഫുൾ ആയിട്ട് മാറുന്നത്, അല്ലെ? അപ്പൊ ഡേ, നൈറ്റ്, അതുകൊണ്ട് തന്നെ ബാഡ് ആൻഡ് ഗുഡ്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഈ ഒരു ഓപ്പോസിറ്റ് റിലേഷനും എന്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മീനിങ് ഫോം ചെയ്യുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എനിവേ, അപ്പോൾ ശ്രദ്ധിക്കുക, എത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യുക. MEG5 തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിവേ, now let us stop here. Have a nice day.